ഹായ് ഗേസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള, അതും നമ്മൾ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കൈകൊണ്ട് തന്നെ ഒന്ന് പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഇല്ലി കറിവേപ്പില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ നമ്മുടെ സ്നാക്ക് നല്ല മൊരിഞ്ഞിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ, വെള്ളം കൂടി പോവരുത്. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. നമ്മളിത് ഒരുപാട് ബലം പ്രയോഗിച്ചിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്നങ്ങ് കുഴച്ചെടുത്താൽ മതി. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ഒന്ന് പിടിച്ച് നോക്കുക, ഷേപ്പാക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്കിതിലേക്ക് അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുഴച്ചെടുത്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നമുക്കിതിലേക്ക് എത്ര വെള്ളമാണ് ആവശ്യമുള്ളത് എന്ന്. ഷേപ്പാക്കാൻ വേണ്ട ആ ഒരു വെള്ളം മതി കേട്ടോ, ഒരുപാട് വെള്ളമായി പോവരുത്. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിലുള്ള വെള്ളം മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും കായപ്പൊടിയൊക്കെ നമ്മൾ ആദ്യം തന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഇത് വിട്ടു പോയതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുക, ഒരുപാട് കൂടി പോവരുത് കേട്ടോ, ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 2 മുട്ട പുഴുങ്ങി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടെ ആകെ മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഓരോ മുട്ടയുടെ പീസും അതുപോലെ ഈ ഒരു മാവും കൂടെ ഒന്ന് പൊതിഞ്ഞിരിക്കുന്ന ആ ഒരു മുട്ടയുടെ പീസിൽ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് വെച്ച ആ ഒരു രൂപത്തിൽ അങ്ങ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ആവുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ, എന്നാൽ എല്ലാ ഭാഗവും ഒരുപോലെ കളറായിട്ട് വരുള്ളൂ. പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളറായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടങ്ങ് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ അങ്ങ് പൊരിച്ചെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.